ബാക്ക് ടു അൻസിന്റെ വ്ളോഗ്. ഇതെന്റെ വ്ളോഗല്ല ഗൈസ്, ഇത് അൻസിന്റെ വ്ളോഗാണ്. പക്ഷെ ഞാനായിരിക്കും ഇപ്പൊ നമ്മൾ ഗൈസ് ഇതെന്റെ വ്ളോഗല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഗൈസ് ഇതെന്റെ വ്ളോഗല്ല, ഇത് അൻസിന്റെ വ്ളോഗായിരിക്കും. ഐ ആം ഹിസ് സിസ്റ്റർ. സോ ഞാനതിൽ ഇന്ന് വ്ളോഗ് എടുക്കാം. ഇതായിട്ട് ഞങ്ങളുടെ കസിൻസ് ആണ് ഗൈസ്. ഗൈസ് കാണിച്ചു തരാം. ഞങ്ങൾ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. സോ എന്താണ് നിന്റെ വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കല്യാണ വ്ളോഗായിരിക്കും. ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെ കല്യാണം എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗിൽ വരുന്നത്. ഇത് ഞങ്ങളുടെ എൽഡർ സിബ്ലിംഗ് ആണ്. ഹർ നെയിം ഈസ് ഇത് അംന, ഹന്ന, അൻഷാദ്. ഇതെന്റെ ബ്രദർ അമീൻ. ബൈ ദ വേ ഞങ്ങൾ ഒരാളെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഹിസ് അറ്റ് കുവൈറ്റ്. അപ്പോൾ വി മിസ് യു. ഓക്കെ, ഇനി നമുക്ക് അൻഷാദിനെ പരിചയപ്പെടാം. അൻഷാദ്, ഇത് നിയാസാണ് ഗൈസ്. ഇവനെ ഞാൻ സ്നേഹത്തോടെ എന്ത് വിളിക്കും? അഞ്ചു പോലെ എന്ന് വിളിക്കും ഗൈസ്. പിള്ളേർ സെറ്റ്. ഹായ്. സോ ഞങ്ങൾ മാരേജിന്റെ ബാക്കി വ്ളോഗ്സ് അറിയിക്കുന്നതാണ്. വിൽ സ്റ്റേ അപ്ഡേറ്റഡ്. ഞാൻ ഒരു വിഷ്വൽ കാണിച്ചു തരാം ഗൈസ്. അൻസിൽ ഡീസൻ്റായി നിൽക്കുന്നത് അവൻ്റെ ഡാഡിയുടെ ഒപ്പം മാത്രമാണ് ഗൈസ്. ആ ഇടയ്ക്ക് ചാടി വന്നത് എൻ്റെ ഡാഡിയാണ് ഗൈസ്. ആ ബാക്കിൽ കീ വെച്ചുകൊണ്ടിരിക്കുന്നത് അൻസിലിൻ്റെ. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ബാക്കിലിരിക്കുകയാണ്. ബാക്ക് ബെഞ്ചസ്. ഓഫ് കോഴ്സ് നമുക്ക് നേരെ കാണാൻ പറ്റും. ഓ ഗൈസ്, ഇവന്റെ ഫോണ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഐഫോണിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. പോട്ടെ. ഇതാണ് നമ്മുടെ മൂസിൻകാട് വെഡ്ഡിങ്. ബ്രൈഡ് ഉണ്ട്. ബ്രൈഡിന്റെ ബ്രദേഴ്സാന്ന് തോന്നുന്നത്. അതിലൊന്നും ഭയങ്കര കോഴിയാണ് ഗൈസ്. ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ പറയരുത്, ഒബ്വിയസ്ലി പറയരുത് നമ്മൾ. സോ ഗൈസ്, അപ്പോൾ ഭയങ്കര കോഴി. നമ്മുടെ ഹന്നേനെ വെറും 14 വയസ്സുള്ള കൊച്ചിനെ അച്ചക്കം വളയ്ക്കാൻ നോക്കി ഗൈസ്. പുള്ളിയെടുത്ത ഒരു കാര്യം പറയാണ്ട് മൈനറാണ്. ഷീസ് എ മൈനർ. ഓക്കെ, സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഗൈസ്. വിശക്കണു. ഗൈസ് എന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പൊ ഇവരെനിക്ക് എന്താ തരാന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറഞ്ഞത്. ഇവൻ എനിക്ക് ചിക്കൻ പീസ് തരാന്ന് പറഞ്ഞു ഗൈസ്. കിട്ടിയില്ലെങ്കിൽ ഇവരെ ഞാൻ പിടിക്കുന്നതാണ്. നമ്മുടെ ഡോൺ. ഓക്കെ, നമ്മുടെ ഓണർ വരുന്നുണ്ട് യൂട്യൂബ് ചാനലിന്റെ. ആൻഡ് മാസമായിട്ടൊക്കെ വരുന്നത്. നീ ഏതാടാ നായ? നമുക്കൊരു സാലഡ് കിട്ടി. ഞങ്ങൾ ഇരുന്നത് ആക്ച്വലി ഭയങ്കര കോമഡിയാണ് ഗൈസ്. നമ്മൾ തള്ളി ഇടിച്ച് മാറ്റി ഇരുന്നത് ഗൈസ്. കൊല്ലം കല്യാണം മാസ്റ്റർ മെയിൻലി ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. കെട്ട് അവിടെ നടക്കും, പക്ഷെ ഫുഡ് ഇവിടെ നടക്കും. അതങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് ബീഫ് ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിപ്പുണ്ട്. വേറൊരു കുട്ടിയുടെ ഇരിപ്പുണ്ട്. നമ്മുടെ ബാക്കി ആൾക്കാർ ഗൈസ് അവിടെയാണ്. ഇവിടെ അംന, അമീൻ, നിയാസ്, അൻഷാദ്, നഹാസ് എല്ലാവരും ഉണ്ട് ഗൈസ്. അച്ചാർ വന്നു ഗൈസ്. കണ്ടോ? വേണ്ടാന്ന് പറഞ്ഞവന് 3 കഷ്ണം ഗൈസ്. വേണമെന്ന് പറഞ്ഞ എനിക്ക് കഷ്ണം പോയില്ല ഗൈസ്. ദിസ് ഇസ് നോട്ട് റിയൽ. ദിസ് ഇസ് നോട്ട് ഫെയർ. ആൻഡ് ഇവൻ
ഇവിടുത്തെ സാലഡിൽ നമുക്ക് പൈനാപ്പിളൊക്കെ കാണാം. സോ അത് നമ്മൾ എടുക്കുകയാണ് ഗൈസ്. നമുക്ക് പിന്നെ കാണാം. ബിരിയാണി വരുമ്പോൾ ഞാൻ കാണിക്കാം ഗൈസ്. ബിരിയാണി വരുമ്പോൾ കാണിക്കത്തില്ല, ഞാൻ കഴിച്ചിട്ട് ഞാൻ കാണിക്കുന്നു. അയ്യോ കഴിക്കാം, അതും കഴിക്കട്ടെ. പപ്പടം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ല, ഐസ്ക്രീമിന്റെ കോല്. ഐസ്ക്രീം വന്നില്ല ഗൈസ്. ആദ്യം ഫുഡ്. നമ്മളെന്തായാലും ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാം. ബൈ ഗൈസ്. ചോറ് വന്നു. അൻസിൽ അടി തുടങ്ങി. കഴിക്കൻസിലേ ഞാനും കഴിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് തിളപ്പിച്ച ഗൈസ്, ചോറിന്റെ കൂടെ ആർക്കും പപ്പടം കിട്ടിയില്ല. കൊല്ലക്കാരുടെ സ്വഭാവം എടുത്താലോ. സോ ഗൈസ്, നമ്മളങ്ങനെ പുറത്തിറങ്ങി. എല്ലാം കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു. നമുക്ക് റിസപ്ഷൻ പാർട്ടി ഉണ്ട്. അതിന് മുമ്പ് ഇപ്പം നമ്മളിതേ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അൻസിൽ നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട്. ചോറൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും. അങ്ങനെ ഇവർക്ക് നമ്മുടെ ബാക്കിൽ അമീനൊന്നും ആക്ച്വലി ഫുഡൊന്നും കിട്ടിയില്ല മര്യാദക്ക്. അവനൊന്നും ആയില്ല എന്നാ പറഞ്ഞത്. ആക്ച്വലി ദ റേറ്റിംഗ് ഓഫ് ഫുഡ് കൈൻഡ് ലോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ 5 മോനാണ് കേസ്. പരിസൈഡ് പറഞ്ഞല്ലോ. ഓക്കെ, ആസ്നയുടെ ഫോട്ടോ എടുത്ത് മരിക്കുകയാണ് ഗൈസ്. ദേ പിള്ളേരുടെ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ തറവാടാണ് ഗൈസ് ഇത്. ഇപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ എല്ലാരും കൂടി കത്തി വെച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാരും കത്തി വെച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ദ ഓൺലി വൺ പ്ലേയിങ് ആരാ കാണാൻ പറ്റുള്ള നഹാസ്. അവൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ കയ്യിരിക്കണ സാധനോ ഗൈസ്. നഹാസ് അവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. മിസ്റ്റർ നഹാസ്, നമുക്ക് ഓച്ചിടെ പോവല്ല. ആ ബാ. ഓക്കേ ഗൈസ്, അപ്പോ അൻസിൽ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഗൈസ്. അപ്പൊ അൻസിലിന് ഭയങ്കര പേടിയാണ്. പക്ഷെ അൻഷാദ് കൂളാണ് ഗൈസ്. അല്ല അൻഷാദ് പിന്നല്ല, അവന്റെ പാപ്പാനെ പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല. എല്ലാരും കൂടെ ഇങ്ങനെ പോകുന്നത് ഗൈസ്. ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഗൈസ്. ആരും വീട്ടിൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ അമീനാണ്. പക്ഷെ അമീനിലേക്ക് അറിയുള്ളൂ. അമീനെ നിനച്ച വണ്ടി കയറിയാ നിനച്ചെടുത്തു. ഓക്കെ ഗൈസ്, ഇവിടെ സൈലന്റ് ആയിട്ട് ഒരാളിരിക്കട്ടെ ഗൈസ്. ഷെനഹാസേ ഹായ് പറയൂ, ഹായ് പറയൂ. ഇത് വ്ലോഗാണ്. ഇത് ശരിക്കും യൂട്യൂബ്. ഇവരെന്തോ പറ്റി ഗൈസ്. ഇൻസ്റ്റയിൽ ഇത് യൂട്യൂബിൽ കണ്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഇവന്റെ യൂട്യൂബിലാണ് വ്ലോഗാ ഗൈസ്. ഇവ വിശ്വസിക്കല്ല ഗൈസ്. ചെക്കൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അവൻ നിർത്തില്ല ഗൈസ്. ഇവൻ ഒരിക്കൽ അൻസിന് റവന്യൂ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇവന്റെ മുമ്പിൽ കൂടെ നടക്കണം. അതെ, നമ്മള് റവന്യൂ കൊണ്ട് യൂട്യൂബ് റവന്യൂ കിട്ടിയ കാറും കൊണ്ട് ഞാനും അൻസിന്റെ ഫ്രണ്ടിൽ കൂടെ അൻസിന്റെ നോട്ടാടാ. അറിയോ നീ ഇടും. നമ്മളിപ്പോ എവിടെ പോണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ കൊള്ളത്തില്ല. നമ്മളെന്തായാലും പെട്രോൾ ഇല്ല വണ്ടിയിൽ. ആദ്യം പെട്രോൾ അടിച്ചിട്ട് നമ്മള് ഒരു സ്ഥലം വരെ കറങ്ങാൻ പോവാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് ഇത് നമുക്ക് ബോട്ട് ഗൈസ് കണ്ടു. ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. എൻ്റെ സ്ഥലം ഐ ലൈക്ക് ഇറ്റ്. ഒരു നാടൻ ഒരു അടി വൈബ് ഉണ്ട്. ഒരു നല്ലൊരു പള്ളിയുണ്ട്. കണ്ട ഗൈസ്. അൻസിൽ വ്ലോഗ്സ് നമ്മളിപ്പോ വന്നേക്കുന്നത് ഒരു ജങ്കാർ പോലത്തെ സമുദ്ര ഷിപ്പിലാണ് ഗൈസ്. നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോ വൈബ് ചെയ്ത് നടക്കാണ് ഗൈസ്.
സൂപ്പർ ലൈക്ക് നിരാശകാമുകരെ കാണാൻ ഗൈസ്. ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങൾ ആ പാലത്തിൽ കൂടി നടത്തിക്കാതെ ഞങ്ങളുടെ ഇതിനകത്ത് കയറിയിട്ട് നാട്ടുകാരാണ് ഗൈസ് ഇവിടുത്തെ. നമ്മൾ ഇനി കാണാൻ വന്നൊരു ബീച്ചായിരിക്കും ഗൈസ്. നമുക്ക് അങ്ങനെ പോവാം. ഇവിടെ സെമിത്തേരി അങ്ങനത്തെ സാധനങ്ങൾ. ബൈ ദ വേ ഞങ്ങൾ ഇതുവരെ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിൽ തെറി കേൾക്കോ ഇല്ലയോന്നൊന്നും ഞങ്ങൾ ആക്ച്വലി കടയിൽ വന്നതാണ്. അപ്പം ഞാൻ കാർ എടുത്ത് പോവാം. ആർക്കും പറയാതാണ് ഇവിടെ അതെ, ഞങ്ങൾ ബാക്കി കസിൻസിനെ ആക്ച്വലി ഞങ്ങൾ കൂട്ടിയിട്ടില്ല. അത് സീനാവോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് എത്താറായിരിക്കണം. ഇതൊരു പള്ളിയുടെ പുറകിലാണ്. മിസ്റ്റീരിയസ് സ്ഥലമാണ് ഗൈസ്. ഇവിടെ കുറേ മിത്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ക്രൈം ബ്രാഞ്ച് ലൈക്ക് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സാധനം എന്നൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഗൈസ് അവിടെ എന്തോ ഒരു വലിയ സാധനം പോലെ, എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. ഇത് നോക്കൂ ഗൈസ്, ഭയങ്കര മിസ്റ്റീരിയസ് ഗൈസ്, ഭയങ്കര മിസ്റ്റീരിയസ്. ഗൈസ് ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്പോട്ട് ഗൈസ്. എന്റെ ബാഗ് കാണിക്കണ്ട് ഗൈസ്. ഈ 3 ചെക്കന്മാരും കൂടി ബുദ്ധിയില്ലാത്തമാരാ, ബുദ്ധി വളർന്നിട്ടില്ല ഗൈസ്. ഇവൻ ചാവാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇവന് നല്ലൊരു രസം ഫ്രെയിമുണ്ട്, നല്ല ഫ്രെയിമുണ്ട്. എടാ നിന്റെ ബാഗ് അടിപൊളി അറിഞ്ഞോളൂ പറയാണ് ഗൈസ്. അസുടെ ഫ്രെയിമുണ്ട്, നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ബ്ലാക്ക് ഒന്നും അല്ലേ ഇവിടുന്ന് കൊള്ളാം ഗൈസ്. എല്ലാം അടിപൊളിയുണ്ട് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. എടാ നമുക്ക് Guys, again, welcome back to vlogs. And guys, ഞാനോട്ട് മാറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് നല്ലൊരു ഫുഡൊക്കെ ഉണ്ട്. ഞാൻ കുഴഞ്ഞിരിക്കുവോ, ഞാൻ രാവിലെ ഇട്ട് അതുകൊണ്ട് തന്നെ ഇവളായിരിക്കും ഇന്നത്തെ എല്ലാ ഓളിനോള് നോക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവളായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നല്ല കുറെ ഫുഡൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ടീ ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, പോപ്കോൺസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, കുറെ ഫുഡ് ഉണ്ട്. ചിലത്തെ ഫുഡ് കൊള്ളത്തില്ലെങ്കിലും നൈറ്റ് വാസ് ഗുഡ്. അല്ലെ, എനിക്ക് ഇഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട്. ഞാൻ നല്ലോണം കഴിച്ചു, വയറേ പോക്കോണും എല്ലാവരും പോക്കോണും ഐസ്ക്രീമും എല്ലാവരും തീർത്തോണ്ടിരിക്കുക. ഇനി എന്തായാലും പിന്നെ വരാം. ബൈ ബൈ ഗൈസ്. അമീനും അൽഫിയും ഉണ്ട് അവിടെ ഗൈസ്. നമ്മളിനി ഗൈസ്, ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഹാസിന്റെ സങ്കടങ്ങൾ മാറ്റുന്ന കുഞ്ഞേനെയാണ്. എനിക്ക് ഇത് ഫോട്ടോ എടുത്തു തരുമോ? ഇതാ നമ്മുടെ അസ്നാസിന്റെ ഇപ്പോഴത്തെ ഔട്ട്ഫിറ്റ് നിങ്ങൾ നോക്കൂ ഗൈസ്. ദിസ് ഇസ് അംന ആൻഡ് നമ്മളിനി കുറച്ചു നേരം സംസാരിച്ചിട്ട് നിൽക്കട്ടെ. റിസപ്ഷനാണ്. ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ്. സോ ലെറ്റ് മീ എൻജോയ് ദ ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ടുഡേ. ഓക്കെ ബൈ.